ഹായ് ഓൾ. ഇപ്പൊ നമ്മുടെ സൈലം ലേണിംഗ് ആപ്പിന്റെ ഫുൾ ഫീച്ചേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ലേണിംഗ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണിത്. സോ എല്ലാവരും പ്ലീസ് ലിസൺ. അപ്പൊ നിങ്ങൾക്കറിയാം, ആൻഡ്രോയിഡുകാർക്കാണെങ്കിൽ പ്ലേ സ്റ്റോർ, ഗൂഗിൾ പ്ലേ സ്റ്റോറും അതേപോലെ തന്നെ ഐഫോൺ യൂസേഴ്സിന് ആപ്പ് സ്റ്റോറിൽ നമ്മുടെ ആപ്സ് അവൈലബിൾ ആണ്. സോ യു ജസ്റ്റ് ഹാവ് ടു സെർച്ച് സൈലം വരുമ്പോൾ തന്നെ സൈലം ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞ് വരുന്ന നിങ്ങളുടെ ഫസ്റ്റ് ആപ്പ്, ദാറ്റ് ഇതാണ് നമ്മുടെ ആപ്പ്. നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഇന്റർഫേസുകളൊക്കെ കാണാൻ സാധിക്കും. ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ, നമ്മുടെ ആപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കാണാം. 500+ ഡൗൺലോഡ്സ് എന്നൊക്കെ പറയുന്ന ആപ്പ്, ഇതാണ് ശരിക്കും നമ്മുടെ ആപ്പ്. സോ എല്ലാവരും പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം അവരുടെ പേര് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവരുണ്ടാവും. സോ അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇൻസ്റ്റാളേഷന് ശേഷം നമുക്ക് പ്രധാനമായിട്ടുള്ള സ്റ്റെപ്പുകൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. ഡീറ്റെയിൽസ് മെയിൻലി നിങ്ങൾ ഓൾറെഡി സൈലത്തിന്റെ കോഴ്സ് പർച്ചേസ് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിൽ സേവ്ഡ് ആയിരിക്കും. സോ നിങ്ങൾ ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് ശരിക്കും നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. സോ ഫോൺ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ OTP ചോദിക്കും. ആ OTPന് ശേഷം നിങ്ങൾ ആപ്പിലേക്ക് എൻ്റർ ചെയ്യാം. സോ നമുക്ക് ആ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. യെസ്, അപ്പൊ നമ്മുടെ പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോറിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാണുന്ന, നിങ്ങളുടെ ഫോണിൽ ഫസ്റ്റ് കാണുന്ന ഇന്റർഫേസ് ഇതാണ്. അതായത് വെൽക്കം ടു സൈലം, നമ്മുടെ ഡീറ്റെയിൽസ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഇവിടെ വരും. അപ്പൊ എനിക്ക് ഇവിടെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്റെ കൺട്രി ചൂസ് ചെയ്യുക. കൺട്രി ചൂസ് ചെയ്തതിനു ശേഷം നമ്മൾ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നതാണ് ശരിക്കും നമ്മുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ. നമ്മളിപ്പോൾ എന്ത് ഫോൺ നമ്പറിലാണോ നിങ്ങൾ ഇവിടെ ലോഗിൻ ചെയ്തിട്ടുള്ളത് ആ ഫോൺ നമ്പർ വേണം നിങ്ങൾ ഇവിടെ കൊടുക്കാൻ. സോ എന്റെ കൺട്രി ചൂസ് ചെയ്തു, അതേപോലെ തന്നെ എന്റെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുന്നു. കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു എൻ്റർ ദ OTP. ഓക്കെ, യെസ്. സോ ഇതാണ് നമ്മുടെ OTP വെരിഫിക്കേഷൻ വിൻഡോ. ഞാൻ എന്റെ OTP കൊടുക്കുകയാണ്. OTP, യെസ്. അപ്പൊ ഞാൻ എന്റെ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞു. OTP എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഇന്റർഫേസിലേക്ക് പോകും. സോ നമ്മുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്ന പെർമിഷൻസ് ഒക്കെ ചോദിക്കും. സോ പെർമിഷൻസ് ഒക്കെ ചോദിച്ചതിന് ശേഷം നമ്മൾ നേരെ കയറുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഇന്റർഫേസിലേക്കാണ്. അപ്പൊ നമ്മൾ ഇനിയാണ് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ആപ്പിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ലിസൺ ടു ദിസ്. എന്തൊക്കെയാണ് നിങ്ങൾ ആപ്പിൽ പ്രോപ്പർ ആയിട്ട് നോക്കേണ്ടത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ആപ്പിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. സോ ഇന്റർഫേസിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഏത് കോഴ്സിലാണോ എൻറോൾ ചെയ്തിട്ടുള്ളത് ആ കോഴ്സ് നിങ്ങൾക്ക് ഈ പോയിന്റിൽ, ഈ മേൽ കാണുന്ന ഈ പോയിന്റിൽ വിസിബിൾ ആയിരിക്കും. സോ നമുക്ക് നോക്കാം. ഇതാണ് നിങ്ങൾ എൻറോൾ ചെയ്തിട്ടുള്ള കോഴ്സുകളുടെ ലിസ്റ്റ്. ഇവിടെ സെലക്ട് ആൻ ഓപ്ഷൻ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ ഓൾറെഡി എൻറോൾ ചെയ്തിട്ടുള്ള കോഴ്സുകളുടെ ലിസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇപ്പം ഫോർ എക്സാമ്പിൾ, യെസ്, ഞാനിപ്പോൾ ഒരു സൂപ്പർ കിങ്സ് മാച്ച് നീറ്റ് CBSE ഒരു സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പം എന്റെ ഒരു ഫ്രണ്ട് ഫേസ് ആണ്, എന്റെ ആപ്പിന്റെ ഫ്രണ്ട് ഫേസ് ആണ് ഈ കാണുന്നത്. സോ അവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും പല സബ്ജക്റ്റുകൾ അവിടെ നിങ്ങൾക്ക് കാണാം. അതേപോലെ നമ്മുടെ മൈ ബാച്ചസ്, റീസെന്റ് ലേണിംഗ്, മൈ ഡൗട്ട്സ്, മൈ ഡൗൺലോഡ്സ് എക്സെട്ര, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ വ്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് ഏതൊക്കെയാണ് ഫ്യൂച്ചേഴ്സ് എന്നുള്ളത് നമുക്ക് നമ്മുടെ ബാച്ച് വൈസ് ആയിട്ട് നമുക്ക് ഓരോന്ന് കണ്ടു നോക്കാം. ഹൈ ഡി സൂപ്പർ കിങ്സ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ നമ്മുടെ സൂപ്പർ കിങ്സിന്റെ ബണ്ടിൽ, നമ്മുടെ ആപ്പ് ബണ്ടിൽ എങ്ങനെ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ചൂസ് ചെയ്ത കോഴ്സ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഡിസ്പ്ലേ ആക്കാൻ വേണ്ടി ഷുവർ ചെയ്യുക. സോ ഞാനിവിടെ എന്റെ പെയ്ഡ് ബാച്ചസ് ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് എന്റെ കോഴ്സ് അവിടെ വന്നിട്ടുണ്ട്. ഇവിടെയാണ് നിങ്ങൾക്ക് സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ള ഓരോ ക്ലാസ്സുകൾ. ഇപ്പൊ ഇന്ന് നിങ്ങൾ രാവിലെ ക്ലാസ്സിലൊക്കെ പോയി വരുമ്പോൾ ആപ്പ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങളെ ഫസ്റ്റ് കാണുന്ന ഈ ഒരു വിൻഡോ ആണ് ശരിക്കും നിങ്ങൾക്ക് ഇന്നുള്ള ക്ലാസ്സുകളുടെ സ്കെഡ്യൂൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ വ്യൂ ചെയ്യാൻ പറ്റും. നിങ്ങൾ എൻറോൾ ചെയ്ത ബാച്ചുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾ മുമ്പ് പഠിച്ച് വെച്ച വീഡിയോ നിങ്ങൾക്ക് റീസെന്റ് ലേണിംഗിൽ കാണാൻ സാധിക്കും. നിങ്ങൾ എവിടെയെങ്കിലും ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ വ്യൂ ചെയ്യാം. സിമിലർലി നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് കാണാൻ വേണ്ടി വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മൈ ഡൗൺലോഡ്സിൽ കാണാം. സോ ഫസ്റ്റ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് വ്യൂ ഓൾ ക്ലാസ്സസ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോകാം. സോ നിങ്ങൾ വ്യൂ ഓൾ ക്ലാസ്സസ് വരുമ്പോൾ ഉറപ്പായിട്ട് ഒരു പെർമിഷൻ ചോദിക്കും. പെർമിഷൻ ഒക്കെ എൻ്റർ ചെയ്യുക. ഓൾ ക്ലാസ്സസിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരു വീക്കിലോ അല്ലെങ്കിൽ ഒരു ഫുൾ മന്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ശരിക്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ടീച്ചേഴ്സിനെ അവിടെ വ്യൂ ചെയ്യാം. സോ ഇവിടെ വ്യൂകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ടീച്ചേഴ്സിനെ, നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി എല്ലാ ടീച്ചേഴ്സിന്റെ ലിസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദാറ്റ് ഈസ് ഐക്കൺ, ദാറ്റ് ഈസ് ചെക്ക് യുവർ സ്കെഡ്യൂൾ എന്ന് പറയും. സോ ചെക്ക് യുവർ സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ആ മന്തിൽ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെ, ചാപ്റ്ററുകൾ ഏതൊക്കെ, അതേപോലെ തന്നെ
അതിന്റെ ടൈം സ്ലോട്ടുകൾ ഏതൊക്കെ ഇത്രയും നിങ്ങൾക്ക് ഈ നോട്ടീസിൽ കാണാൻ സാധിക്കും. സോ അതെടുത്താൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് സബ്ജക്ട്സിന്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്സ് ആണെങ്കിൽ മാത്സ്, ഇത്രയും സംഭവങ്ങൾ അവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യും. സോ അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവിടെ നിങ്ങൾ സ്കെഡ്യൂൾസ് ചൂസ് ചെയ്യണം. ഇനി ഓൾ ക്ലാസ്സസിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കൊടുക്കുന്ന എല്ലാ ലൈവ് ക്ലാസ്സുകളും അവൈലബിൾ ആവുന്നത് ശരിക്കും നമ്മുടെ ഓൾ ക്ലാസ് സെഷനിലാണ്. അതിപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആയിക്കോട്ടെ, ബോട്ടണി ആയിക്കോട്ടെ, സുവോളജി ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈവ് സെഷൻ ശരിക്കും ഇവിടെയാണുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഫിസിക്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്ലസ് ടുവിന് സ്റ്റഡി ചെയ്തിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഇലക്ട്രോസ്റ്റാറ്റിക്സ് എല്ലാ ചാപ്റ്റേഴ്സും ഇവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് അവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ നമുക്കിനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഈസ് പേൾ വിൻഡോ. പേൾ വിൻഡോ ഈസ് വെരി ഇമ്പോർട്ടന്റ്. പേൾ വിൻഡോ ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറയാനുള്ള റീസൺ നിങ്ങളുടെ റെക്കോർഡ് ക്ലാസ്സുകളെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് ഈ സ്ഥലത്താണ്. നിങ്ങളുടെ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയതുപോലെ തന്നെ നിങ്ങൾ റീസെന്റ് ആയിട്ട് കണ്ടുവച്ച വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പേളിൽ കണ്ടുവച്ച വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ സൂപ്പർ കിങ് സ്റ്റുഡൻസ് ആണ്, അപ്പൊ നിങ്ങൾക്ക് +1 ക്ലാസ്സുകൾ റെഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് +1 ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓൾറെഡി നടക്കുന്ന +2 ക്ലാസ്സുകൾ റെഫർ ചെയ്യാൻ അവിടെ +2 ഉണ്ട്. സിമിലർലി കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്സ് ആണെങ്കിൽ അതിന് അവിടെ മാത്സ് വരും. പിന്നെ നമ്മുടെ എക്സ്ട്രാ വരുന്ന സീരീസുകളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പേളിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പേളിലെ ഒരു വീഡിയോ ക്ലാസ് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ പേളിൽ ഞാനിപ്പം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഒരു ചാപ്റ്റർ എടുത്തു എന്ന് വിചാരിക്കാം. സോ ചാപ്റ്ററിൽ ഇത്രയും സെഷൻസ് ഉണ്ടാകും. ആ ചാപ്റ്ററിന്റെ നോട്ടുകൾ ഉണ്ടാകും. ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ എക്സാമുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. സോ ഇതാണ് നോട്ട് ആൻഡ് ലെക്ചേഴ്സ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ലെക്ചർ എടുത്തു. സോ ഐ എം ഗോയിങ് ടു വ്യൂ എ ലെക്ചർ. ലെക്ചർ എടുക്കുമ്പോൾ നിങ്ങൾ കാണാൻ ഇതാണ് നിങ്ങളുടെ ലെക്ചർ വീഡിയോ. ലെക്ചർ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ആ ലെക്ചർ കാണുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് കാണണം, അതിന്റെ നോട്ട് അല്ലെങ്കിൽ ഇതിന്റെ സ്ലൈഡുകൾ ഏതാണെന്ന് ആക്സസ് ചെയ്യാം. നിങ്ങൾക്ക് നേരെ നോട്ട്സ് എടുക്കാം. സോ നോട്ട്സിൽ നിങ്ങൾ ഫണ്ടമെന്റൽസ് സെഷനിലെ സ്ലൈഡ് നോക്കുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ സ്ലൈഡുകൾ, ആ ക്ലാസ്സിൽ പഠിച്ച സ്ലൈഡുകളെല്ലാം നിങ്ങൾക്ക് നോട്ട്സിന്റെ കൂട്ടത്തിൽ ആക്സസ് ചെയ്യാവുന്നതാണ്. സോ ദിസ് ഈസ് ദ പ്രൈമറി ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകളാണ്. റെക്കോർഡ് ക്ലാസ്സുകളിൽ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ ടെസ്റ്റുകളും അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ വൈസ് മാത്രമല്ല സബ്ജക്ട് വൈസ് നിങ്ങൾക്ക് അവിടെ ഓരോരോ സെഷൻസ് എടുക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ +2 ഒരു ചാപ്റ്റർ ആണ് കാണാൻ പോകുന്നതെങ്കിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പൊ നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കാണാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ആദ്യമേ റെക്കോർഡ് ക്ലാസ്സിന് ഇത് എടുത്തു. സോ നിങ്ങൾ ചാർജിനെ കുറിച്ച് പഠിക്കുന്നു. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ചാർജിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നു ഫ്രം ദിസ് സെഷൻ. അതിനുശേഷം നിങ്ങൾ അതിന്റെ സ്ലൈഡ്സ് റെഫർ ചെയ്യും. സ്ലൈഡ്സ് റെഫർ ചെയ്യാൻ നിങ്ങൾക്ക് നോട്ട്സ് യൂസ് ചെയ്യാം. നോട്ട്സിൽ ആ പർട്ടിക്കുലർ ചാപ്റ്ററിലെല്ലാം പറഞ്ഞ ആ പർട്ടിക്കുലർ ലെസണിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ സ്ലൈഡ് ആയിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് ദ ഫ്യൂച്ചർ. ഇതാണ് നമ്മുടെ പേൾ ഫ്യൂച്ചർ. ഇനി നമ്മൾ ലൈവ് ക്ലാസ്സുകളുടെ ഡൗട്ട് സെഷൻസും എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കാം. അപ്പൊ നിങ്ങൾ ഓൾ ക്ലാസ്സസ് എടുക്കുമ്പോൾ ഈ സെഷനിലായിരിക്കും നിങ്ങളെ ലൈവ് ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുക. സോ അവിടെ നിങ്ങളുടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ലൈവ് ക്ലാസ് കിട്ടും. സോ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ടോപ്പിക്കുകൾ ഉണ്ടാവും. ലൈവ് ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ടോപ്പിക്കുകൾ ഇവിടെ വന്ന് അത് ഓട്ടോമാറ്റിക്കലി സേവ് ആയി കിടക്കും. സോ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് അവിടെ ലൈവ് ചാറ്റിന്റെ ഓപ്ഷൻ ഉണ്ടാവും. സോ ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാം. പിന്നെ പ്രധാനമായിട്ട് വരുന്നൊരു ഡൗട്ടാണ് ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഡൗട്ടിന്റെ ക്ലിയറൻസ് എന്നുള്ള കാര്യം. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ ഒരു പാർട്ട് നമുക്ക് നോക്കാം. സോ ഈ പാർട്ടിൽ ഇത് ഒരു ലൈവ് ക്ലാസ് ആണ്. നിങ്ങൾ ആ ലൈവ് ക്ലാസ് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾ ഓൾറെഡി കണ്ട ലൈവ് ക്ലാസ് നിങ്ങൾ ഇതെല്ലാം എടുക്കുന്നു. സോ ഇതാണ് നിങ്ങളുടെ ലൈവ് ക്ലാസ്. ഇവിടെയാണ് നിങ്ങളുടെ സെഷൻസ്. ദാറ്റ് ഈസ് ഒരു ലൈവ് ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റുകൾ താഴെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഇതേപോലെ കുട്ടികൾ ഇട്ടേക്കുന്ന പോലെ കമന്റുകൾ താഴെ ഇടാം. ആ ലൈവ് ക്ലാസ്സിന്റെ അഭിപ്രായമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. അതിനുശേഷം നിങ്ങൾ ഇവിടെ മേളിൽ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് കാണാം. ഇവിടെ കമന്റ്സ് നമ്മൾ ഓൾറെഡി കണ്ടു. ആസ്ക് ഡൗട്ട്സ്, മൈ ഡൗട്ട്സ്, ടൈം ലൈൻ, ഡോക്യുമെന്റ്, ഡൗൺലോഡ്, ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ആ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കാണാൻ നിങ്ങൾക്ക് ഈ ഡൗൺലോഡ് ഓപ്ഷൻ യൂസ് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ഈ ലൈവ് ക്ലാസിന്റെ ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചത് എന്താണോ ആ സ്ലൈഡ് കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ലൈവ് ക്ലാസിന്റെ സ്ലൈഡ് ഓപ്ഷൻ ഉണ്ട്. സോ സ്ലൈഡ് ഓപ്ഷൻ നിങ്ങൾ നോക്കിയാൽ ആ ക്ലാസ്സിലെ സ്ലൈഡുകളെല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ സാധിക്കും. സോ ഇങ്ങനെ സ്ലൈഡുകളെല്ലാം നിങ്ങൾക്ക് അവിടെ പ്രോപ്പറായിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓരോ സ്ലൈഡ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ട ഓരോ സ്ലൈഡുകൾക്കും നിങ്ങൾക്ക് കാണാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം, നിങ്ങൾക്ക് രണ്ടാമത്തെ സ്ലൈഡിലെ ഈ ചോദ്യം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. സോ യു ക്യാൻ ആസ്ക് ഡൗട്ട് ഡയറക്ട്ലി. അതായത് ഇങ്ങനെയാണ്. ഇവിടെ നോക്കുക, ഇവിടെ ആസ്ക് ഡൗട്ട് എന്നൊരു സെഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ സ്ലൈഡിലെ ഈ ക്വസ്റ്റ്യൻ ആണ് ഡൗട്ട്. സോ ഞാൻ എന്ത് ചെയ്തു, ഈ ആസ്ക് ഡൗട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കുട്ടി ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ആൻസർ ഇവിടെ താഴെ ഉണ്ട്.
നിങ്ങൾക്കും ഇതേപോലെ തന്നെ താഴെ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങളുടെ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റിൽ എന്താണ് സംശയമുള്ളത്, ആ സംശയം നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റിന് ശേഷം ഈ ആരോട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അവിടെ പേസ്റ്റ് ആകും. അതിനുശേഷം നമ്മുടെ സബ്ജക്ട് എക്സ്പേർട്സ് നിങ്ങൾക്ക് അതിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ആ ഡൗട്ട് ക്ലിയർ ചെയ്തത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ ഒരു ലൈവ് ചാറ്റും അല്ലെങ്കിൽ ഒരു ആപ്പ് ലൈവും അതിന്റെ ബേസിലുള്ള കാര്യങ്ങളും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം സ്കെഡ്യൂൾഡ് ക്ലാസ്സുകൾക്കാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ സെഷൻസിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം, യൂസ് ചെയ്യാം. യെസ്, ദിസ് ഈസ് ദ ഫ്യൂച്ചർ. ലൈവ് ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആ ക്ലാസ്സസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് ഇപ്പൊ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ ഒരു ക്ലാസ് ആണ് കണ്ടു കഴിഞ്ഞത്. ക്ലാസ്സിൽ നിങ്ങൾ ഡൗട്ട് ഒക്കെ ചോദിച്ചു, ഡൗട്ടിന്റെ കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻസ് ഒക്കെ കിട്ടി. അപ്പൊ അതെല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ കണ്ടാൽ ഇവിടെ നോട്ട്സ്, നിങ്ങൾക്ക് ആ ക്ലാസ്സിലെ നോട്ടുകൾ, സ്ലൈഡുകൾ അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ DPP എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ പഠിച്ച സെക്ഷന്റെ ബേസിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം. സോ ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ DPP സെക്ഷനിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ടെസ്റ്റ് ആണ്. അപ്പൊ അവിടെ അത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ എത്രയാണോ ചോദ്യങ്ങൾ പറഞ്ഞത് അത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ആ ചാപ്റ്ററുമായി ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ സെക്ഷനുമായി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് അതനുസരിച്ച് വേണമെങ്കിൽ ലീവ് ചെയ്യാം. ലീവ് ക്വിസ് ആണ്, ഒരു ക്വിസ് പാറ്റേൺ ആണ്, ടെസ്റ്റ് പാറ്റേൺ അല്ല, ഒരു ക്വിസ് പോലെയാണ് അവിടെ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുക. ഇത് നമുക്ക് ടെസ്റ്റ് ആണ്. ടെസ്റ്റ് എങ്ങനെ ആക്സസ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, അപ്പം പഠിക്കുന്നതും ഡൗട്ട് ചോദിക്കുന്നതും പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സാംസ് എഴുതാന്നുള്ളത്, അല്ലെ? യെസ്, അപ്പൊ നമുക്ക് ഇനി എക്സാമുകൾ എങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കാം. സോ ഇവിടെ ഞാനിവിടെ നേരത്തെ പോലെ തന്നെ നമ്മുടെ ഈ ഓൾ ക്ലാസ്സസ് കൊടുക്കുമ്പോൾ നമ്മുടെ ബണ്ടിലുകൾ അവിടെ വരും. അവിടെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ, ഓൾ ക്ലാസ്സസ് ഇങ്ങനെ കാണുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ട്. സോ ടെസ്റ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള എല്ലാ എക്സാമുകളും നിങ്ങൾക്ക് ഇവിടെ ആക്സസ് ചെയ്യാവുന്നതാണ്. അത് ഷെഡ്യൂൾ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് എടുത്ത് അവിടെ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ വീക്ക്ലി എക്സാം 8 എന്ന് പറഞ്ഞ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ സ്റ്റാർട്ട് പ്രസ് ചെയ്തു. അപ്പം ആ എക്സാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ സിലബസ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ്, എത്ര മിനിറ്റ് ആണ്, എത്രയിലാണ് ചോദ്യം, എത്ര ചോദ്യങ്ങൾ ഉണ്ടെങ്കിലുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം കാണും. സോ ഇതെല്ലാം വായിച്ചു നോക്കിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ടെസ്റ്റ് കൊടുക്കാം. ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രിഡിനനുസരിച്ചുള്ള എല്ലാ ചോദ്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഫിസിക്സിന്റെ ചോദ്യം വന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ചോദ്യങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ 50 വരെയുള്ള ചോദ്യങ്ങൾ ഫിസിക്സ് ആണ്, ഇപ്പൊ ഫസ്റ്റ് കാറ്റഗറി. അതുപോലെ കെമിസ്ട്രി എടുക്കാം, മാത്സ് ആണെങ്കിൽ മാത്സ്, അല്ലെങ്കിൽ ബോട്ടണി അല്ലെങ്കിൽ സുവോളജി, അത് നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ നേരെ 20ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദ 20th ക്വസ്റ്റ്യൻ. അവിടെ നിങ്ങൾക്ക് ആൻസർ ചെയ്തിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. എക്സാം എല്ലാം എഴുതിയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സബ്മിറ്റ് എന്ന ഓപ്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ എത്ര എഴുതി ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. സബ്മിറ്റ് ഓപ്ഷൻ കഴിഞ്ഞ് നിങ്ങൾ സബ്മിറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. സോ ഫീഡ്ബാക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങളുടെ റാങ്ക് അടക്കം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കും. ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ നിങ്ങളുടെ അറ്റംപ്റ്റുകളും അവിടെ കാണിക്കും. എത്ര അറ്റംപ്റ്റ് ആണെന്നുള്ളത് ആ സെയിം ഇത് തന്നെ നിങ്ങൾ എത്ര അറ്റംപ്റ്റ് ചെയ്തു എന്ന് കാണിക്കാം. സിമിലർലി നിങ്ങൾക്ക് ഒന്നെങ്കിൽ വേണമെങ്കിൽ റീ അറ്റംപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ സൊല്യൂഷൻസ് വ്യൂ ചെയ്യാം. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് അവിടെ ബ്രോഡ്ലി നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആണ്. സോ അതും എന്ത് ചെയ്യാൻ ശ്രമിക്കുക, യൂസ് ആക്കാൻ ശ്രമിക്കുക. സോ ടെസ്റ്റും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ യൂസ് ദാറ്റ്. അപ്പം നമ്മൾ ഈ കണ്ട പോലെ നിങ്ങൾക്ക് DPP ചെയ്യാം. അതുപോലെ തന്നെ ടെസ്റ്റുകൾ നമ്മുടെ സ്കെഡ്യൂളിനനുസരിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലൈബ്രറി സെഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കണ്ട MCQs, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടക്കമുള്ള ഒരു വാസ്റ്റ് ലൈബ്രറി നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ സബ്ജക്ട് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതും ഇവിടെ പ്രോപ്പർ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇത്രയും ഫീച്ചേഴ്സ് യൂസ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.